ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയും കുഞ്ഞും വരുന്നതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അനന്തപുരി തറവാട്ടിൽ. അന്നേരം പൂജാരിയൊക്കെ വന്നിട്ടുണ്ട്. പൂജയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് അനു ചെന്ന് ചോദിക്കുന്നുണ്ട് പൂജാരിയോട്, എൻ്റെ സമയം എങ്ങനെയാണ്, വരുന്ന വഴി പോലും അറിയാൻ പറ്റില്ല, കണ്ടകശനിയാണ്, ചേട്ടനും അനിയനും കണ്ടകശനിയാവുകൊണ്ട് സൂക്ഷിച്ച് നടന്നോണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ആകെ പ്രശ്നത്തിലാ തിരുമേനി എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇവൻ്റെ ഭാര്യയോട് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയും. അത് ഒക്കെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയുമ്പോഴത്തേന് അജയൻ ചെന്ന് അനിയോട് പറയുന്നുണ്ട്, എടാ നിനക്ക് മിക്കവാറും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും തല്ല് കിട്ടാൻ സാധ്യത, അവൾ SI ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട്. ഈ സമയം നവിയെ കൊണ്ടുവരാൻ പോയവരെല്ലാവരും തിരിച്ചെത്തുകയാണ്. ഗോവിന്ദനും കനകയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജയൻ ചെന്ന് പറയും, എല്ലാവരും കയറിപ്പോരും, പക്ഷേ നവിയേയും അവിയും കുഞ്ഞും അവിടെ നിൽക്കാൻ പറയും. അപ്പോൾ ഇവരകത്തേക്ക് വരുമ്പോഴത്തേന് ജലജ ഓർക്കുന്നുണ്ട്, അകത്തൊരു ബോംബ് ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ പൊട്ടിക്കണമെന്ന് പറഞ്ഞാണ് വരുന്നത്. അകത്ത് വന്ന് കഴിയുമ്പോഴത്തേന് പൂജാരി പറയും, മൂത്ത മരുമോള് വേണം ആരതി ഒഴിഞ്ഞകത്ത് കയറ്റാൻ. അപ്പം ജലജ പറയും, അതെന്താ ഞാൻ അല്ലേ അവളുടെ അമ്മായിമ്മയെന്ന്, എന്തായാലും ദേവയാനി ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അന്നേരം ദേവയാനി എന്ന് ഇവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാട്ടോ. അകത്ത് കയറി വന്ന് കഴിയുമ്പോഴത്തേന് പൂജാരി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് നയന അനിയോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞും ആദർശേട്ടനും എന്ത് ചെയ്യുന്നത്. കുഞ്ഞ് അകത്തുണ്ട്, ആദർശേട്ടൻ പുറത്തെങ്ങാണ്ട് പോയതാന്ന് പറയും. അപ്പോൾ ആകെ ടെൻഷൻ നിൽക്കുകയാണ് ദേവയാനി കേട്ടോ. അന്നേരം പൂജാരി ഇങ്ങനെ താലത്തിൽ ഇങ്ങനെ ആരതി ഒഴിയുകയാണ് കുഞ്ഞിനെയും നവിയെയൊക്കെ. അന്നേരം ആ സമയത്ത് പെട്ടെന്ന് അതങ്ങ് കെട്ടുപോവാണ്. അപ്പോൾ ഇവരെല്ലാവരും അത് കാണുമ്പോഴത്തേനും അങ്ങ് സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പൂജാരി ഉടനെ അവിയോട് ചോദിക്കുന്നുണ്ട്, മനസ്സത്ര ശരിയല്ലല്ലേ എന്ന്. അതെന്താ എന്നുള്ള വരുത്തി നോക്കുന്ന ഉടനെ പറയും, അതല്ല ഈ താലത്തിൽ ഇങ്ങനെ വിളക്ക് കെട്ടുപോയല്ലോ, സാധാരണ അങ്ങനെ കെട്ടുപോകാറൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതങ്ങനെ കെട്ടുപോയി, കാറ്റടിച്ചിട്ടല്ലല്ലോ കെട്ടത് എന്ന് പറയും. എന്തെങ്കിലും അമ്മയോടും കുഞ്ഞിനോടും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ അഭി പറയും, ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, പക്ഷേ അങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അഭിയോടുടനെ നവിയേയും ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും തെറ്റ് എന്നോടും കുഞ്ഞിനോടും ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് പറയും. അയാൾക്ക് വട്ടാന്ന് പറയും. ഉടനെ പൂജാരി പറയും, എന്തായാലും ചില ലക്ഷണ പശകൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അയാൾ അങ്ങ് പോവുകയാണ്. പൂജാരിക്ക് അന്നേരം ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അഭി. അത് മുത്തശ്ശി കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. അന്നേരം നവ്യ ചോദിക്കും, എന്ത് ചെയ്യേ ആദർശേട്ടൻ എന്ത് ചെയ്യുന്നു. അയാൾ പുറത്തോട്ടെങ്ങാണ്ട് പോയി, എല്ലാവരും വന്നപ്പോഴത്തേന് കാര്യങ്ങളൊക്കെ അറിയില്ല, അതിന് വേണ്ടിയാന്ന് പറയും. അന്നേരത്തേന് ജലജ ചോദിക്കും, എന്ത് ഇവിടെ ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പാത്ത് വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കും. അപ്പോൾ കനകയും ചോദിക്കുന്നുണ്ട്, ആരാ ഞങ്ങളറിയാതെ ഈ വീട്ടിൽ ഒരാളെന്ന്. ഇനി നിങ്ങൾ ഓരോന്ന് അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറയും. ഒരു കൊച്ചുകുട്ടിയാന്ന് പറയും. കൊച്ചുകുട്ടിയോ, അതാരാന്ന് ചോദിക്കണം പറയും. ഒരു 5 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണ് എന്ന് പറയും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നയനമോളിപ്പം കുഞ്ഞിനെയും കൊണ്ട് വരും, അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് മുത്തശ്ശിയും പറയുന്നത്. അപ്പം നയന ചെല്ലുമ്പോഴത്തേന് കുഞ്ഞിങ്ങനെ ഇരുന്ന് തന്നെ കളിക്കുകയാണ് കേട്ടോ. അന്നേരം നയന എന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് പോരാൻ തുടങ്ങുമ്പോഴത്തേന് കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, നയനാമ്മ എന്നെ എല്ലാവരും വഴക്ക് പറയുമോയെന്ന്. വഴക്കൊന്നും പറയുകയില്ല, മോൾക്ക് അമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവള് കുഞ്ഞിനെയായിട്ട് താഴെ വരുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ഓർത്തിട്ട്. എന്നാലും ഏതാ കുഞ്ഞെന്നൊക്കെ കനകയും ഗോവിന്ദനും തിരക്കുന്നുണ്ട്. അപ്പോഴത്തേനും മുത്തശ്ശൻ പറയും, അത് പിന്നെ ഈ വീട്ടിലെ തന്നെ ഒരു കുഞ്ഞാണ് അതെന്നൊക്കെ പറയുമ്പോഴത്തേനും ഉടനെ ജലജയും ജാനകിയും കൂടെ കയറി പറയുന്നുണ്ട്, അത് പിന്നെ കനകേ, അതെ ആദർശിൻ്റെ കുഞ്ഞാന്ന് പറയും. ആദർശിൻ്റെ കുഞ്ഞോ എന്ന് ചോദിക്കും. അതെ, ആദർശിൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞായതെന്ന് പറയുമ്പോഴത്തേന് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കനകയും ഗോവിന്ദനും. ഇവർക്ക് അങ്ങ് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ നയനെ വന്ന് കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്, അമ്മ ഇതാണ് കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവരിങ്ങനെ സങ്കടപ്പെട്ടാണ് കുഞ്ഞിനിട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. പിന്നെ ഈ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആദർശിൻ്റെ കുഞ്ഞാണെന്നൊക്കെ അന്ന് അവിടെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അതിലൊന്നും വീഴില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് ഓടി വന്ന് കാലെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്ത് കണ്ടപ്പോഴത്തേന് അതിൻ്റെ അമ്മയുടെ അവസ്ഥയും കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. എന്തായാലും ആ കുഞ്ഞിനെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞായിട്ട് തന്നെ വളരും എന്നൊക്കെ പറയും. ദേവയാനിക്കും ജയനും അങ്ങാകെ ടെൻഷനൊക്കെ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് താങ്ങാനൊന്നും പറ്റുന്നില്ല. അന്നേ നയന അമ്മ ഇങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരത്തേന് ഗോവിന്ദന് പെട്ടെന്ന് വയ്യാഴിയൊക്കെ ഉണ്ടാകും. അതൊക്കെ കാണുമ്പോഴത്തേനും ജാനകിക്കും ജലജിക്കും ഭയങ്കര സന്തോഷമാണ്. കുറുക്കനെ പോലെ ഉടനെ അഭി ഇങ്ങനെ നിന്ന് നോക്കി ആസ്വദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓർത്തിട്ട്. അപ്പം നയനെ പുറത്ത് വന്നിട്ട് കനകയോട് പറയുന്നുണ്ട്, അമ്മേ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കത് ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നത്, നമ്മളിപ്പോൾ ആദർശേട്ടൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ട അമ്മ എന്നൊക്കെ ചോദിക്കും. അപ്പം കനക പറയും, എനിക്കറിയത്തില്ല, ഇനി എന്നാലും ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് ജലജ
അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അവൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇത്, അവനെ വെള്ള പൂശാനായിട്ട് ഇവളിങ്ങനെ ഓരോന്ന് പറയുന്നതേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഭിയും പറയും, ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഇവൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട്. കനകയെ മാക്സിമം സങ്കടപ്പെടുത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടെ നിന്ന്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നതല്ലേ, ചടങ്ങൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാമെന്നൊക്കെയാണ് ജലജ പറയുന്നത്. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, ആദർശേട്ടൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുമെന്ന് നമ്മളാരും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭി വലിയ നല്ല പിള്ള ചമയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ടമ്മേ, എൻ്റെ ആദർശേട്ടൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല, ഇതെന്തായാലും സത്യമൊക്കെ ഒരിക്കൽ തെളിയുമെന്നൊക്കെ പറയും. എന്നിട്ട് അഭി അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് നയനയുടെ കൈ പിടിച്ച് കനക ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പം നയന അമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗോവിന്ദൻ അങ്ങ് ആകെ സങ്കടമായിട്ടാണ് ഇറങ്ങി വരുന്നത്. അന്നേരത്തേന് കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് നയനയും കനകയും കൂടെ നോക്കുമ്പോഴത്തേന് ഗോവിന്ദൻ ഇങ്ങനെ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അച്ഛാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാന്നൊക്കെ പറയും. എന്നാലും എന്താ മോളെ കേൾക്കുന്നത്, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കും. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നത്, നമ്മളും ആദർശേട്ടൻ്റെ ഒപ്പം നിൽക്കണ്ടേ അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ മോളെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, നിങ്ങളിതൊക്കെ കേട്ട് വിശ്വസിച്ചോ, ഒരിക്കലും ആദർശമോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് മുത്തശ്ശനാണെങ്കിലും അവൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നൊക്കെ പറയും. നിങ്ങളും അവനെ വിശ്വസിക്കണം, അവൻ്റെ ഒപ്പം തന്നെ നിൽക്കണം എന്നൊക്കെ പറയും. ഇത് അവൻ ഒരിക്കൽ തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും കട്ടക്കലിപ്പിലാണ് ആദർശം ഇറങ്ങി വരുന്നത്. കയ്യിൽ ആ റിപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇറങ്ങി കാറിനകത്തുനിന്ന് ഇറങ്ങി വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.